പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിന്റെ 4ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട 4ാമത്തെ കാര്യത്തെക്കുറിച്ചാണ്. അതിനാധാരമായിട്ട് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 24, 25 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദുർസില്യമായി വന്നു പൗലോസിനെ വരുത്തി ക്രിസ്തുവേശിയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് ശക്തമായ ഉപദേശം പറയുക. എന്താണ്? നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി. അപ്പൊ ഈ വിഷയങ്ങളെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ ആ ഫേലിക്സ് എന്ത് ചെയ്തു? ഭയപരവശനായി എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തില് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ ഒരു ഭയപരവശത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നല്ലോ. കാരണം ദൈവവചനം കേൾക്കുമ്പോൾ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല നമുക്ക് വരേണ്ടത്. ഇന്ന് പലരും രക്ഷിക്കപ്പെടുവാനുള്ള വചനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ കാണാൻ കഴിയും. അപ്പോൾ അവർ അത്രത്തോളം അത് ഏറ്റെടുത്തിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ടൊരു അറിവില്ലാത്തത് കൊണ്ടാണ് ചിരിച്ചുകൊണ്ടൊക്കെ രക്ഷിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു അനുതാപത്തോടുകൂടെ, ഒരു മാനസാന്തരത്തോടുകൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടാണ് രക്ഷിക്കപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്താണ്? ആ ക്രൂശീകരണത്തെ കുറിച്ച് ഓർക്കണം. അപ്പോൾ എന്റെ അനേകായിരം പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു തന്നല്ലേ എന്ന് ഓർക്കുമ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ പ്രസംഗം കേട്ടപ്പം ഈ ഫേലിക്സ് എന്ത് ചെയ്തു? ഭയപരവശനായി എന്നാണ് പറയുന്നത്. കാരണം ന്യായവിധിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? പൗലോസ് എന്ത് ചെയ്യാണ്? പ്രസംഗിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ഈ പുതിയ നിയമം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലെ അടിസ്ഥാന വചനം ഇന്ന് പലർക്കും അടിസ്ഥാന വചനം ഏതാണെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 15 വർഷമായിട്ട് വിശ്വാസത്തിലിരിക്കുന്ന ഒരു സഹോദരി ആ ക്ലാസ്സിൽ പങ്കെടുത്തു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഈ അടിസ്ഥാന വചനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല ഭാഷ ഞാനത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിജ്ഞാന പൂർത്തി ലഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലഭിക്കുന്ന അടിസ്ഥാന വചനമുണ്ട്. അത് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിലാണ് ഈ അടിസ്ഥാന വചനത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം 1, 2 ദൈവത്തിങ്കിലെ വിശ്വാസം, 3 സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, 4 കൈവപ്പ്, 5 മരിച്ചവരുടെ പുനരുദ്ധാനം, 6 നിത്യശിക്ഷാവിധി. എന്നിട്ട് പറയുന്നത് എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ. അപ്പോൾ ഇതാണ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അത് പിന്നെയും വിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പൊ ഇത് അടിസ്ഥാന വചനമാണ്, ഇത് ആദ്യ വചനമാണെന്ന് പറയാ. 6 കാര്യങ്ങൾ എന്താണ്? 1 നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ബൈബിൾ ഇഷ്ടം പോലെ ഇടങ്ങളിൽ മാനസാന്തരത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അതേപോലെ എന്താണ്? ദൈവത്തിലെ വിശ്വാസത്തെ കുറിച്ച് ഇഷ്ടം പോലെ ഉണ്ട് ബൈബിൾ, ഒരുപാട് ഇടങ്ങളിൽ വിവരിച്ചിരിക്കുക. പിന്നെ എന്താണ്? സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. പുതിയ നിയമത്തിൽ 10ഓളം സ്നാനങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവപ്പ്, 7 വിധമായ കൈവപ്പുകളെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മരിച്ചവരുടെ പുനരുദ്ധാനം, 5 ഘട്ടങ്ങളിലായിട്ടാണ് മരിച്ചവരുടെ പുനരുദ്ധാനം നടക്കുന്നത്. അത് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ നിത്യശിക്ഷാവിധി, ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 6 കാര്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാന വചനം അല്ലെങ്കിൽ ആദ്യ വചനം എന്ന് പറയുന്നത്. അപ്പൊ ഈ അടിസ്ഥാനം പിന്നെയും നമ്മൾ ഇടാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ 6 കാര്യങ്ങൾ, അടിസ്ഥാന വചനങ്ങൾ നമ്മൾ പഠിക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കണം എന്ന് പറയാം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ ഈ അടിസ്ഥാന വചനം തന്നെയാണ് തന്നെയും പിന്നെയും ചെയ്യുന്നത് ഈ സഭകളിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരിക്കലും ഒരു വിശ്വാസിക്ക് പരിജ്ഞാന പൂർത്തിയിലേക്ക് വളരാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം.
എന്തിനേറെ പറയുന്നു, 1, 2, 3, 5 വർഷമായിട്ട് പോലും ഈ അടിസ്ഥാന വചനത്തെ കുറിച്ച് പോലും, അല്ലെങ്കിൽ അടിസ്ഥാന ആദ്യ വചനത്തെ കുറിച്ച് പോലും വ്യക്തതയില്ലാത്ത വിശ്വാസികളാണ് സഭയിലിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ദൈവവചന പഠനം എവിടെ എത്തിക്കഴിഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു 15 വർഷമായിട്ടും അടിസ്ഥാന വചനം ഏതാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ ദൈവവചനമാണ് സഭകളിൽ കൂടുതൽ പഠിപ്പിക്കേണ്ടത്. അതേപോലെ ലേഖനങ്ങളിലേക്ക് നമ്മൾ കടക്കണം, ലേഖനം പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് വിശ്വാസികൾക്ക് ഉണ്ടാകുകയുള്ളൂ. ഇത് പഠിച്ച് ഈ 6 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേണ്ടേ ഇനി അടുത്ത പരിജ്ഞാന പൂർത്തിയിലേക്ക് കിടക്കാൻ. അപ്പോൾ അത് എന്നാണ് നമ്മൾ കിടക്കുന്നത്? അപ്പൊ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ നാളുകളിൽ ദൈവവചനം പഠിക്കണം. ആ ദൈവവചനം പഠിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ക്രിസ്തു എന്ന തലയോടെ നമുക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ 1 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പറഞ്ഞെങ്ങനെയാണ്? 2:4 അവിടെ പറയുന്നു, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തില് ലോകത്തിലുള്ള മനുഷ്യരെ 2 ഗ്രൂപ്പായിട്ട് പറയുക. ഒന്ന് രക്ഷിക്കപ്പെടാത്തവര്, 2 രക്ഷിക്കപ്പെട്ടവര്. അപ്പൊ രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അതാണ് ഒന്നാമതായി പറയുന്നത്. 2-ാമത്തെ ഭാഗം പറഞ്ഞതാണ് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ ഇച്ഛിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം? സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരുവാനും ദൈവം ഇച്ഛിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനം കൂടുതലായി പഠിച്ചാൽ മാത്രമേ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഇനി യഥാർത്ഥമായിട്ട് ഈ ദൈവവചനത്തിൽ നമുക്ക് അറിവില്ല എങ്കിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? നമ്മൾ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് നമ്മൾ ഈ വചനങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം എബ്രായ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന് 4 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പ്രകാരം പറയുന്നു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എന്നിട്ട് താഴത്തേക്ക് പറയാണ്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളയാത്രേ അതിന്റെ അവസാനം. അപ്പൊ വളരെ കൃത്യമാണ്. നമ്മള് ഈ വചനം നമുക്ക് കിട്ടി, പക്ഷെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ നമ്മൾ വളർച്ച പ്രാപിക്കാത്തത് കൊണ്ടും അതിൽ നിലനിൽക്കാൻ കഴിയാത്തത് കൊണ്ടും എന്ത് സംഭവിക്കുന്നു? ഒരിക്കൽ പ്രകാശം ലഭിച്ചവരാണ്, സ്വർഗീയദാനം ആസ്വദിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, ദൈവത്തിന്റെ നല്ല വചനം ലഭിച്ചവരാണ്, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവരാണ്. പക്ഷെ പിന്മാറിപ്പോയാൽ അതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ നിത്യ നരകമാണ് നമ്മെ കാത്തിരിക്കുന്നത്. രക്ഷ നഷ്ടപ്പെടും. ചിലരൊക്കെ രക്ഷ നഷ്ടപ്പെടില്ലെന്ന് പഠിപ്പിക്കുന്നവരാ. കൃത്യമായിട്ട് പറയുന്നു, യഥാർത്ഥമായി കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ആ ദൈവത്തിനെ ക്രൂശിക്കാതെ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പൂർണ്ണ വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയത്തുള്ളൂ എന്നാണ് വചനം പറയുന്നത്. അല്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അതിന്റെ 4-ാം വാക്യം ഞാൻ വായിക്കുന്നത്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസിൽ നിനക്കുണ്ട്. അപ്പൊ വളരെ വ്യക്തമാണ്, ഉടുപ്പ് മലിനമാക്കിയവർ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത കുറെ പേർ സർവീസിലുണ്ട്. അവരോട് പറയാണ്, എങ്കിൽ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസിലുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അടുത്ത ഭാഗം പറയുന്നു, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റു പറയും. അപ്പൊ വളരെ വ്യക്തമാണ്,
ഉടുപ്പ് മലിനമാക്കാത്തവരുടെ പേര് ആ അവൻ എന്ത് ചെയ്യും? പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറയും. എന്റെ അടുത്ത് പറയും, ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയില്ല. അപ്പൊ ജയിക്കാത്തവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് വചനം കൃത്യമായിട്ട് പറയുക. ജീവപുസ്തകത്തിൽ നിന്ന് പേര് മാറ്റല്ലെന്നുണ്ടാകും. വെളിപ്പാട് 20:15 ജീവപുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് രണ്ടാമത്തെ മരണമാണ്. രക്ഷ നഷ്ടപ്പെടുത്തിയാൽ വളരെ കൃത്യമായിട്ട് വചനം പറയുന്നു, രണ്ടാമത്തെ മരണമാകുന്ന തീപ്പൊയ്കയാണ്, നരകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം, വേർപാടോടെ ജീവിക്കണം, ജയത്തോടെ ജീവിക്കണം, പാപത്തെയും ലോകത്തെയും പിശാചിനെയും ജയിക്കണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ജയിച്ച് സ്വർഗത്തിൽ ചെന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രതിഫലം കിട്ടണമെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം, സ്വർഗത്തിലെത്തണം. അതിന് എന്ത് ചെയ്യണം? ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വചനം കേട്ടാൽ നമ്മളിൽ ഉണ്ടാകേണ്ട കാര്യം എന്താണെന്നറിയാമോ? ആമേൻ, നമ്മൾ എന്ത് ചെയ്യണം? ഭയപരവശരാകണം. ഈ വചനം കേൾക്കുമ്പോൾ ആമേൻ, ലോകത്തെയും പാപത്തെയും ജയിക്കണം എന്നുള്ള വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം, വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ഭയം നമുക്കുണ്ടാകണം, ഒരു പരവശം ഉണ്ടാകണം. കർത്താവിന്റെ വരവ് ആസന്നമായി, കർത്താവിന്റെ വരവ് ആസന്നമായി. യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ വചനം നമ്മൾ പഠിച്ച ലക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കർത്താവിന്റെ വരവിന് സംഭവിക്കാറായി. അതുകൊണ്ട് ഈ നാളുകളിൽ വിശുദ്ധിക്ക് വേണ്ടി വേർപാടോടെ നിൽക്കണം, ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം. അതുകൊണ്ടാണ് 1 Yohന്നാൻ 2:15 പറഞ്ഞ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അവിടെ പറഞ്ഞ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കണ്ടോ? അതിന് അടുത്ത കാര്യം പറയാണ്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അപ്പൊ ലോകവുമായിട്ട് ഇടപഴകി ജീവിക്കരുത്. ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കണം. അതിന്റെ പറഞ്ഞ് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ഇന്ന് ആത്മീയ ഗോളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ലോകത്തിൽ എന്തെല്ലാം നേടുവാൻ വേണ്ടിയുള്ള ഓട്ടമല്ലേ ഓടുന്നത്? ദൈവകൃപ നഷ്ടപ്പെട്ടു പോയില്ലേ? ജഡീയരായിട്ടല്ലേ ഭൂരിഭാഗം വിശ്വാസികൾ ജീവിക്കുന്നത്? ജഡത്തിനായിട്ടല്ലേ ചിന്തിക്കുന്നത്? ആത്മീയത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? യഥാർത്ഥത്തിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം നമ്മൾ വിട്ടൊഴിയേണ്ടത് ആവശ്യമാണ്. അടുത്ത കാര്യം പറയാണ്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കണ്ടോ? ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവന് മാത്രമേ എന്നേക്കും ഇരിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് മുമ്പിൽ നമ്മൾ ഭയപ്പെടണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന്, പല കാര്യങ്ങളും പാസ്റ്റർ നേടിയിട്ടല്ലേ ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും. അല്ല, ഞാൻ പരമാവധി വചനപ്രകാരം മാതൃയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ഒരു 10-12 വർഷം. വേണമെങ്കിൽ എനിക്ക് ഒരു 10-35 ലക്ഷം രൂപയുടെ വീടൊക്കെ വെക്കായിരുന്നു. ഞാൻ സേവ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ സേവ് ചെയ്യാതെ എല്ലാം കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത് ഇന്നും ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഉപദേശിക്കുന്നുവെങ്കിൽ അതനുസരിച്ച് നിന്നിട്ടാണ് ഞാൻ ഉപദേശിക്കുന്നത്. നല്ലൊരു വീട് വെക്കുന്നതുകൊണ്ട് തെറ്റല്ല, നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും തെറ്റല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം നമ്മൾ തെറ്റിപ്പോകരുത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാവണം. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ പാരമ്പര്യം വിട്ടുപോകുന്നത്? എന്തിനു വേണ്ടിയാണ് പൗരോഹിത്യം വിട്ടുപോകുന്നത്? എന്തിനാണ് ജാതീയമായ ആരാധനകളും ആചാരങ്ങളൊക്കെ വിട്ടുപോകുന്നത്? എന്തിനു വേണ്ടിയാണ്? കർത്താവിന്റെ വരവെങ്കിലും എടുക്കപ്പെടുവാൻ വേണ്ടിയല്ലേ? അതുകൊണ്ട് നമ്മൾ വീണ്ടും പഴയതിലേക്ക് നമ്മൾ പോകരുത്.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് പറഞ്ഞു. ഗലാത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 8-ാം വാക്യം അതിപ്രകാരം പറഞ്ഞെങ്ങനെയാണ്? 4:8 അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു എന്ന് പറയും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യം പറയുക. എന്നിട്ട് 9-ാം വാക്യം പറഞ്ഞു, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? അതിനും പറയാണ്, ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷം ദൈവം നിങ്ങളെ അറിഞ്ഞു, എന്നിട്ട് ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നിട്ട് പറയണത് എന്തൊക്കെയാണെന്ന് പറയുന്നു. 10-ാം വാക്യം പറഞ്ഞെങ്ങനെയാണ്? ഗലാത്യ ലേഖനം 4:10, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഭയപ്പെടുകയാണ്. പൗലോസ് പറയാണ്, എനിക്കിപ്പോ ഭയമാണ്. കാരണം എന്താണ്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, അല്ലേ? ഇന്ന് നമുക്കറിയാം, ഇന്ന് ആണ്ടർതി എന്ന പേരില് നമ്മൾ ആചാരമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താണ് ആ ദിവസത്തെ പ്രമാണിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ജാതികൾ ആഘോഷിക്കുന്നത് പോലെ കാലെടുത്ത് വെച്ച് 12 മണി കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ പുതുവർഷത്തെ വരവേൽക്കുകയാണ്, കൈയടിച്ച് വരവേൽക്കുന്നു. ഇതൊരു ആചാരം തന്നെയല്ലേ? ഇതൊരു വിശുദ്ധ പാപമാണ്. ഒരാൾ പറഞ്ഞ പോലെ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധനായി തീർന്നാൻ പാപം ചെയ്താൽ അത് വിശുദ്ധ പാപമാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പാപത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ആര് പാപം ചെയ്താലും അത് പാപം തന്നെയാണ്. നമ്മൾ വീണ്ടും ആചാരത്തിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. പഴയതിലേക്ക് ആദ്യ പാഠങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാത്തൊരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഭയപ്പെട്ട് ജീവിക്കണം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമോ? നമ്മൾ ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു, യോഗ്യതയെ കുറിച്ച് പറഞ്ഞു. ഇന്ന് 14-ാമത്തെ യോഗ്യതയെ കുറിച്ചാണ് പറയുന്നത്. ഈ ചാനലില് കിടക്കുന്നുണ്ട്, മുന്നുള്ള വീഡിയോയിൽ കിടക്കുന്നുണ്ട്. 13 കാര്യങ്ങൾ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനുള്ള 13 കാര്യങ്ങളെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ മടങ്ങി വരേണ്ട സമയമായി. അതുകൊണ്ട് നീണം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. വചനം കേൾക്കുമ്പോൾ ഒരു ഭയപരവശത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ഞാൻ തെറ്റിപ്പോയി, ഞാൻ തെറ്റിലാണ് എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മടങ്ങി വരണം എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് ഒരുക്കാം. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.